കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 4 എ ബുക്ക് ഫോർ പുച്കു എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ലെസന്റെ ഹെഡിങ് എ ബുക്ക് ഫോർ പുച്കു. പുച്കു എന്ന പേരുള്ള കുട്ടിക്ക് വേണ്ടിയുള്ളൊരു പുസ്തകം. നമുക്ക് വായിക്കാം. പുച്കു, പുച്കു, വേർ ആർ യു പുച്കു? അമ്മ വിളിക്കുകയാണ്. പുച്കു, നീ എവിടെയാണുള്ളത്? ഓക്കെ. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? പുച്കു, ഹാവ് എ ബാത്ത്. അവളോട് പോയിട്ട് കുളിക്കാൻ പറയുന്നു. പുച്കു, ഹാവ് യുവർ ഫുഡ്. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പറയുന്നു. പിന്നെന്താ പറയുന്നത്? പുച്കു, ഗോ ടു ക്ലാസ്. അവളോട് ക്ലാസ്സിലേക്ക് പോകാൻ പറയുന്നു. പുച്കു, ഡു യുവർ ഹോംവർക്ക്. അവളോട് ഹോംവർക്ക് ചെയ്യാൻ പറയുന്നു. ബട്ട് വേർ ഈസ് പുച്കു? പുച്കു വാസ് നോവെയർ ടു ബി സീൻ. എവിടെയും പുച്കുവിനെ കാണാൻ സാധിച്ചില്ല. ഷീ വാസ് ഹൈഡിങ് ഇൻ എ കോർണർ റീഡിംഗ് എ ബുക്ക്. പക്ഷെ അവൾ എവിടെയായിരുന്നു? അവൾ ഒരു മൂലക്ക് ഇരുന്നിട്ട് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. മൂലക്ക് ഹൈഡിങ്, ഒളിച്ചിരുന്നിട്ട് പുസ്തകം വായിക്കുകയായിരുന്നു. പുച്കു ലവ്ഡ് റീഡിംഗ് സിറ്റിംഗ് എനിവെയർ, അറ്റ് ഹോം, ഇൻ സ്കൂൾ, ഇൻ ബെഡ് ആൻഡ് ഈവൻ ഇൻ ദ പാർക്ക്. ഈ പുച്കു എന്ന് പറഞ്ഞ കുട്ടി പുസ്തകം വായിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അത് എവിടെയെന്നൊന്നുമില്ല. വീട്ടിലിരുന്ന് വായിക്കും, സ്കൂളിലിരുന്ന് വായിക്കും, കിടക്കന്റെ മേലെ ഇരുന്ന് വായിക്കും, ചിലപ്പോൾ പാർക്കിൽ വരെ ഇരുന്നിട്ട് അവള് പുസ്തകം വായിക്കും. ഷീ ലവ്ഡ് ഹൗ ലെറ്റേഴ്സ് ബിക്കം വേർഡ്സ് ആൻഡ് വേർഡ്സ് ബിക്കം സ്റ്റോറീസ്. അപ്പൊ ഈ ലെറ്റേഴ്സ്, അതായത് അക്ഷരങ്ങളൊക്കെ എങ്ങനെ ചേർന്നിട്ട് ഒരു വാക്കാകുന്നു, ഈ വാക്കുകളെല്ലാം എന്ന് ചേർന്നിട്ട് എങ്ങനെ ഒരു കഥയാകുന്നു, ഇതൊക്കെ ഇവക്ക് വലിയ ഇഷ്ടമായിരുന്നു. ബുക്സ് ആർ സോ മച്ച് മോർ ഫൺ. ഈ പുസ്തകം വായിക്കുന്നൊക്കെ വളരെ രസകരമായ ഒരു കാര്യമായിരുന്നു അവൾക്ക്. ഷീ ടെൽസ് ഹർ ഫ്രണ്ട്സ് ബോൾതു ആൻഡ് ഡോല. ബോൾതു, ഡോല എന്ന് പറഞ്ഞ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് ഇവള് പറയുമായിരുന്നു. എന്താ പറയാ? ദേ ടേക്ക് മീ ഓൺ ബിഗ് അഡ്വെഞ്ചേഴ്സ്. ഈ പുസ്തകങ്ങൾ എന്നെ വലിയ വലിയ സാഹസികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നമുക്ക് കാണാം പുച്കു പാർക്കിൽ ഇരുന്നിട്ട് പുസ്തകം വായിക്കുന്നു, അല്ലെ? മറ്റു കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവിടെ ഇരുന്നിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് പുസ്തകം വായിക്കാൻ. നമുക്ക് മുന്നോട്ട് വായിക്കാം. വൺ ഡേ പുച്കു ഫേസ്ഡ് എ ബിഗ് പ്രോബ്ലം. അങ്ങനെ ഒരു ദിവസം പുച്കു വലിയൊരു പ്രശ്നത്തിലായി. ഷീ ഹാഡ് റെഡ് all the books on the lower racks of the shelf in the library. ലൈബ്രറിയിലുള്ള ഷെൽഫിന്റെ താഴത്തെ തട്ടുകളിലുള്ള എല്ലാ പുസ്തകങ്ങളും അവൾ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, അതാണ് പ്രശ്നം. ഓ നോ, പുക്കു gasped. What do I do now? വളരെ പ്രയാസത്തോടെ, അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? She looked up and saw the upper racks full of books. നമ്മളെ മേലോട്ട് നോക്കിയപ്പോൾ മുകളിലത്തെ റാക്കിലൊക്കെ നിറയെ പുസ്തകങ്ങളാണ്. തട്ടുകളിൽ കണ്ടില്ലേ, ചിത്രം കണ്ടോ? തട്ടിലൊക്കെ നിറയെ പുസ്തകം ഇരിക്കുന്നതായിട്ട് അവൾ കണ്ടു. ബട്ട് ദേ വർ ടു ഹൈ. പക്ഷെ അവക്കെത്തില്ല, അത് വളരെ ഉയരത്തിലായിരുന്നു അതെല്ലാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഐ ഹാവ് എൻ ഐഡിയ. ഷീ കോൾഡ് ബോൾതു ആൻഡ് ഡോല. ലെറ്റ്സ് മേക്ക് എ ടവർ. അങ്ങനെ ഇവൾ എന്ത് ചെയ്ത് അവളെ ഫ്രണ്ട്സിനെ വിളിച്ച്, രണ്ടുപേരും ബോൾത്തുവിനെയും ഡോലനെയും വിളിച്ചിട്ട് നമുക്കൊരു ടവർ ഉണ്ടാക്കാം. അതായത് നമ്മൾ ഒരാൾ മേലെ ഒരാൾ കയറി അങ്ങനെ ടവർ, മേലോട്ട് ഉയരമുള്ളൊരു സംഗതി ഉണ്ടാക്കാന്ന്. ബോൾതു സ്റ്റുഡ് ഓൺ ഡോലാസ് ഷോൾഡർ ആൻഡ് പിക്കു ക്ലൈംഡ് ഓൺ ടോപ്പ്. അങ്ങനെ ബോൾതു ഡോളന്റെ ഷോൾഡറിൽ കയറി, അതിന്റെ മേലെ പിക്കു വലിഞ്ഞു കയറി. അങ്ങനെ മൂന്നാളും ഒരാൾക്ക് മുകളിൽ ഒരാളായിട്ട് ഇതാകട്ടില്ലേ ഈ ചിത്രമാണ്, അങ്ങനെ കയറി നിന്ന്. പക്ഷെ എന്താ സംഭവിച്ചത്? വിബിൾ വബിൾ ക്രാഷ്. ദേ ട്രംബിൾഡ് ഡൗൺ ഇൻ എ ഹീപ്പ് ലാഫിംഗ്. അങ്ങനെ മൂന്നാളും കൂടെ അങ്ങനെ കയറിയപ്പോഴത്തേക്കും അങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് താഴോട്ട് വീണ്. ഒരാൾക്ക് മേലെ ഒരാളും അങ്ങോട്ട് വീണ്. ആകെ ഒരു തമാശയെ എല്ലാം കൂടെ അവർക്ക് നല്ല രസമായി തോന്നി അങ്ങനത്തെ പരിപാടി ചെയ്തപ്പോൾ. ദെൻ ഷീ ട്രൈഡ് യൂസിങ് ദ ചെയർസ്. അങ്ങനെ കസാലകൾ ഉപയോഗിച്ചിട്ട് ഒരു ടവർ ഉണ്ടാക്കാൻ നോക്കി അവർ. ബട്ട് വിബിൾ വോബിൾ ദേ വുഡ്ന്റ് സ്റ്റേ സ്റ്റിൽ. പക്ഷെ അത് ശരിക്കും നിൽക്കുന്നില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകിക്കൊണ്ടിരിക്കുക. ഇതവിടെ ചിത്രത്തിൽ കണ്ടോ? വലിയൊരു മേശ, പിന്നെ 2 സ്റ്റൂള്, പിന്നെ ഒരു ടീപ്പോയ്, അതിൻ്റെ മേലെ ഒരു കസാല, ഇങ്ങനെയൊക്കെ നിന്നിട്ട് ആകെപ്പാടെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങൾ എടുക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. ജസ്റ്റ് ദെൻ ദ ടോൾ ലൈബ്രറിയൻ സോ ഹർ. അപ്പോൾ ഇവരിതെല്ലാം ചെയ്യുന്ന സമയത്ത് ആ ഉയരമുള്ള ലൈബ്രറിയൻ ഇവരെ കണ്ടു. ഷീ ചക്കിൾഡ് ആൻഡ് ലിഫ്റ്റഡ് പുച്കു അപ്പ് ടു റീച്ച് ദ ബുക്സ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ആ ലൈബ്രറിയൻ പുച്കുവിനെ എടുത്തു. ആ സമയത്ത് പുച്കുവിന് പുസ്തകങ്ങളൊക്കെ എടുക്കാൻ സാധിച്ചു. ഇവിടെ ചക്കിൾഡ് എന്നൊരു വാക്കുണ്ടല്ലേ, അതിൻ്റെ അർത്ഥം ചിരിച്ചുകൊണ്ട്. അപ്പം ലൈബ്രറിയൻ ചിരിച്ചുകൊണ്ട് പുച്കുവിനെ എടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ചിത്രത്തിൽ. ലൈബ്രറിയൻ പുച്കുവിനെ എടുത്ത് പിടിച്ച് ഒക്കത്ത് വെച്ചിരിക്കുകയാണ്. പുച്കുവിന് പുസ്തകങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഹിയർ യു ഗോ,
നെക്സ്റ്റ് ടൈം ജസ്റ്റ് ആസ്ക്, ഷീ സെഡ് വിത്ത് എ സ്മൈൽ. അങ്ങനെ ലൈബ്രറിയൻ എന്ത് പറഞ്ഞു? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നീ ചോദിച്ച ബുക്ക് ഇതാ, അടുത്ത പ്രാവശ്യം നീ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിനക്ക് എടുത്തു തരും. താങ്ക് യു, പുച്കു വിസ്പേർഡ്, ഗ്രാബിംഗ് എ ഷൈനി ബുക്ക്. അങ്ങനെ ആ തിളങ്ങുന്ന ബുക്ക് പുച്കു വാങ്ങിക്കൊണ്ട് നന്ദി പറഞ്ഞു. ഷീ ഓപ്പൺഡ് ഇറ്റ്. ഊഫ്, the words turned into her next big adventure. അങ്ങനെ അവൾ ആ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങി. വൗ, അത് വലിയൊരു സാഹസികതയിലേക്കാണ് അവളെ കൊണ്ടുപോയത്. ദീപാഞ്ജന പാൽ അവരാണ് ഈ കഥ എഴുതിയത്. ഇവിടെ 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ പുച്കു വായിക്കുമ്പോൾ അവള് അങ്ങോട്ട് അതിലെ ഒരു കഥാപാത്രമായിട്ട് മാറുകയാണ്. അത്രയും സാഹസികതമായിട്ടുള്ള കാര്യങ്ങൾ അവൾ വായിക്കുക, അങ്ങനത്തെ കഥകളാണ്. അതിലെ ഒരു കഥാപാത്രമായിട്ട് പുച്കു അങ്ങോട്ട് മാറും. അപ്പോൾ അവൾക്ക് അത്ര ഇൻട്രസ്റ്റിലും മുഴുകിയിട്ടാണ് ഇവിടെ വായിക്കുന്നത്, കണ്ടില്ലേ? അങ്ങനെ ഓരോ വിവരിക്കുന്ന ചിത്രങ്ങളാണ് ഇത്, കണ്ടോ? ഇവിടെ പൂമ്പാറ്റനെ പോലെ ചിറക് വന്നവർക്ക്, ഇവിടെ ഇങ്ങനെ ഇവരെ കൂടെയൊക്കെ മുയല് പക്ഷികളൊക്കെ കൂടെ വിളങ്ങോട്ട് ഇങ്ങനെ ആകാശത്തോട്ട് ഇങ്ങനെ നടന്ന് പോകുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് ഈ കഥേൻ്റെ മെയിൻ അട്രാക്ഷൻ. അതായത് ഈ പുച്കു എന്ന് പറഞ്ഞ കുട്ടി അത്രയും ഇൻട്രസ്റ്റോടുകൂടെ, അത്രയും ആഴത്തിലാണ്, അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പുസ്തകങ്ങളും ഒക്കെ വായിക്കുക. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പുച്കുവിനെ പോലെ അത്രയും മുഴുകി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ രീതിയിലായിരിക്കണം നമ്മൾ ഓരോ പുസ്തകങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. എ ബുക്ക് ഫോർ പുച്കു എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ നല്ലവണ്ണം മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം.